ഓഗ്മെന്റഡ് റിയാലിറ്റി. അതായത് ബുക്ക് വായിച്ചാൽ അതിനകത്ത് അതിന്റെ വിഷ്വൽസ് കാണാൻ പറ്റുന്ന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം മനോജിന്റെ ആയിരുന്നു തോന്നുന്നു അല്ലേ? 21 ദിവസം ട്രാവൽ ചെയ്തിട്ട് 210 രൂപ എന്ന് പറയുന്നത് അതെ. ഒരു ദിവസം 10 രൂപ. വണ്ടിയല്ല കാണാതെ പോയത്, എന്നെയാണ് കാണാതെ. വണ്ടി അവിടെ തന്നെ അടുപ്പുണ്ടല്ലോ. ബൊലേറോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പെങ്കൊച്ചിൻ്റെ പേരിട്ടപ്പോൾ എന്തോരം ആൾക്കാരാണെന്ന് അറിയാം. 2 പോലീസുകാർ ഇടപെട്ടു. അവിടെ നാട്ടുകാരനൊരാൾ കട അടച്ചിട്ട് എൻ്റെ കൂടെ വന്നു. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 1.5 കിലോമീറ്റർ റിവേഴ്സിൽ വണ്ടി ഓടിക്കേണ്ടി വന്നിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ അത് തോന്നൂല. ഇത് പെട്ടെന്ന് ഇടത്തും വലത്തും 4 കഷ്ണങ്ങളായിട്ടൊക്കെ മുറിഞ്ഞ് നമ്മളെ തെക്ക് വടക്കൊക്കെ അങ്ങോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ ഇതിനകത്തേക്ക് സ്ഥലത്തേക്ക് വന്ന് കയറാൻ പറ്റില്ല. എല്ലാം ഒരുപോലെ ഇരിക്കും, എല്ലാ മൂലകളും. 30ഓളം പേര് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന സൗകര്യമാണ്. നമുക്കിതൊന്നും അറിയില്ല. തെരുവിൽ കിടക്കുന്നത് പോലെ തന്നെ കൊട്ടാരത്തിലും പോയി കിടന്നിട്ടുണ്ട്. 30-32 വയസ്സുണ്ടാവുള്ളൂ യുവരാജാവ്. അപ്പോൾ സംസാരിച്ച് പിടിച്ചൊക്കെ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അമ്മാവൻ ഇരുന്ന് നാട്ടിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ രാജകൊട്ടാരത്തിലെ ആളല്ലേ, ഇയാളുടെ അമ്മാവൻ എങ്ങനെയാണ് അവിടെ വന്ന് പണിയെടുക്കുന്നത്? ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ പറയാൻ പറ്റില്ല. പുറത്ത് ഇയാളോട് പറയാൻ പറ്റില്ല, രാജകുമാരനല്ലേ. കാമുകിയുടെ വീട്ടിൽ കുട മറന്നു വെക്കുന്ന ഒരു പരിപാടി പോലെയാണിത്. അത് ആ കുട എടുക്കാൻ വേണ്ടി വീണ്ടും പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ പേഴ്സ് മറന്നു വെച്ചിട്ട് വരും. മനോജ്, ഈ കോട്ടകളെ തേടി എന്തിനാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും പോകുന്നതെന്നുള്ളത്, നമ്മൾ ചില മനുഷ്യരുടെ കയ്യിൽ പ്രേതം ബാധിക്കുക, ഭൂതം ബാധിക്കുക എന്നൊക്കെ പറയുന്ന പോലെ മനോജിനെ ഏതോ കോട്ടകളൊക്കെ ആവാഹിച്ച് കോട്ടയെന്നൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കോട്ടകളെ കുറിച്ച് പുസ്തകം വന്നില്ലേ ഒരെണ്ണം? കൊച്ചിയിൽ നിന്ന് ഗോവ വരെയുള്ള യാത്രയും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കോട്ട. അത് കോട്ട മാത്രമല്ല, മറ്റതും ഉണ്ട്. കഥ പറയുന്ന കോട്ടകൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു 12ഓളം കോട്ടകൾ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പുള്ള ബുക്കും ചരിത്രം സൃഷ്ടിച്ചാണല്ലോ ഓഗ്മെന്റഡ് റിയാലിറ്റി. അതായത് ബുക്ക് വായിച്ചാൽ അതിനകത്ത് അതിന്റെ വിഷ്വൽസ് കാണാൻ പറ്റുന്ന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം മനോജിന്റെ ആയിരുന്നു തോന്നുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തകം, യാത്രാ പുസ്തകം. അപ്പൊ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അതെന്തായിരുന്നു, അത് പറ. അത് ഈ കാഴ്ച അതിന്റെ ഐഡിയ മനോജിന് എങ്ങനെ വന്നേ? ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, അതിലെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം മനോജിൻ്റെ ആ ബുക്കാണെന്നുണ്ടെങ്കിൽ വായിച്ചു കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് QR കോഡ് സ്കാൻ ചെയ്താൽ പോകാം എന്നുള്ള രീതിയിൽ മനോജ് അന്നത്തെ കാലത്ത് ആദ്യത്തെ പുസ്തകമായിട്ട് പിന്നെ അത് കൊണ്ടുവന്നു അല്ലേ? അത് കഴിഞ്ഞ് വരുൺ രമേശൊക്കെ മയ്യരി എന്നുള്ള പുസ്തകത്തിലൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് മനോജ് എന്താ ഉപയോഗിച്ച്, ആരാ മനോജിനെ അതിന് സഹായിച്ചത്? ഈ ഐഡിയ എങ്ങനെ വന്നു? അത് മുമ്പ് ഉള്ളതാണ് കേട്ടോ. നമ്മളത് ആരും ചെയ്തില്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാനും വരുണൊക്കെ അത് ചെയ്തെങ്കിൽ ആരും പിന്നീട് തുടർന്ന് കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഒരുപാട് സാധ്യതകളുള്ള സാധനമായിട്ട് ആരും ഉപയോഗിച്ചില്ല. അത് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചെറിയ ലഘുലേഖകളോ കുട്ടികളുടെ ഇതൊക്കെ ആയിട്ട് ഒരു 10 ലോകം മൊത്തത്തിലെടുത്താൽ ഒരു 12ഓളം പുസ്തകങ്ങളുണ്ടത് അന്ന് ഞാൻ ചെയ്യുമ്പോൾ തന്നെ. ഇന്ത്യയിൽ പക്ഷേ ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ജുറാസിക് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകൾ. അപ്പോൾ അതിനകത്ത് ഈ ഡൈനോസോർ പോലെയുള്ള സാധനത്തിന് ഇതിൽ സ്കാൻ ചെയ്യുമ്പോൾ അത് ശരിക്കും ലൈവായിട്ട് വരുന്ന പോലത്തെ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ അന്നും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇതിൽ ചെയ്തുകൂടെ എന്ന് ആലോചിച്ചത്. മുസിരീസിൻ്റെ ആ സ്ഥലങ്ങളിൽ കൂടെ നടത്തിയിട്ടുള്ള യാത്ര നമ്മൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിട്ട് ഈ പുസ്തകത്തിലുള്ള പേജുകൾ അല്ല പടങ്ങൾ സ്കാൻ ചെയ്താൽ അതങ്ങനെ കാണാൻ പറ്റും. അന്ന് QR കോഡൊന്നുമില്ല. QR കോഡും ഉണ്ട്, പക്ഷേ ചെയ്തത് QR കോഡിലല്ല, ആ പടത്തിനെ തന്നെ ഒരു കോഡാക്കി. ഇപ്പോൾ രണ്ടാമത് ചെയ്ത പുസ്തകത്തിൽ QR കോഡായി. QR കോഡ് സ്കാൻ ചെയ്താലും അത് കാണാം. അത്രേ ആവശ്യമുള്ളൂ അതിൻ്റെ. അങ്ങനെയും ചെയ്യാം. അത് പിന്നെ ഒരുപാട് വേറെ വന്നിട്ടുണ്ട് ഇപ്പോൾ ധാരാളം. ശരിക്കും മനോജിന്റെ ജീവിതം കാണുമ്പോഴേ ഒരു എന്താണ്, പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? എപ്പോഴും ഇങ്ങനെ പിരിപിരാന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലെ? കുട്ടിക്കാലത്ത് ഇങ്ങനായിരുന്നോ? കുട്ടിക്കാലത്ത് എനിക്ക് വേറെ ആളായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു സുഹൃത്ത്, ഇതിലൊക്കെ ഓൺലൈനിൽ കൂടെയൊക്കെ പരിചയമുള്ളൊരു സുഹൃത്ത് എന്നോട് നമ്മൾ ഇങ്ങനെ സൈക്ലിങ് പരിപാടി അത് ഇതൊക്കെ ചെയ്യുന്ന പലരും ഉണ്ടാവും. പക്ഷെ നമ്മളൊരു 100 ദിവസത്തെ സൈക്ലിങ് കണ്ടിന്യൂസ് സൈക്ലിംഗ് ചലഞ്ച്, അത് കഴിഞ്ഞ അടുത്ത പ്രോഗ്രാം. അപ്പൊ അങ്ങനത്തെ ആ ചലഞ്ചുകൾ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞാണ്, ആ മറ്റേ സഞ്ജയ് ദത്തിന്റെ ഒരു സിനിമയില്ലേ മുന്നാബായി എന്ന് പറഞ്ഞ സിനിമയിൽ
പറയുന്നുണ്ട് അയാൾക്ക് ഈ ഒരു കെമിക്കൽ ലോച്ച തലക്കകത്ത് എന്തോ ഇത് കയറിയിട്ടാണ് ഇയാൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് ചെയ്തോണ്ടിരിക്കുന്നത്. അയാൾക്ക് ആ സാധനം മറ്റേ അല്ലാവുദ്ദീന്റെ മറ്റേ അത്ഭുത വിളക്കിലെ ഭൂതത്താന് കൊടുത്തോണ്ടിരിക്കുന്ന പോലെ അപ്പൊ പണി പുള്ളി എന്നോട് പറഞ്ഞതാണ് എനിക്ക് കെമിക്കൽ ലോച്ചാണ്, മനസ്സിലായില്ലേ, ഇത് അതാണ് ഒരെണ്ണം കഴിയുമ്പോൾ നീ അടുത്ത സാധനത്തിൽ പിടിക്കണം, എങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ സാധനം കെമിക്കൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ശരിക്കും ഈ കുട്ടിക്കാലത്ത് യാത്ര എങ്ങനെയാണ് മനോജിലേക്ക് വന്നത്? യാത്ര ചുമ്മാ യാത്ര ചെയ്യുമായിരുന്നു പണ്ട്, അതോ എന്തെങ്കിലും ഒരു യാത്രയോടുള്ള ഈ സ്നേഹം എവിടെ നിന്ന് വന്നു? അത് ഞാൻ പറഞ്ഞില്ല, അത് സാധാരണ എല്ലാ വീടുകളിലും നമ്മളെ ഒരു ഇടത്തരം കുടുംബങ്ങളിൽ ചെയ്ത പോലെയൊക്കെ അത്രയൊക്കെ എൻ്റെ കാര്യത്തിലൊക്കെ നടന്നിട്ടുള്ളൂ. പക്ഷേ ജോലിയും പഠിക്കാൻ കയറിയിട്ടുള്ള കോളേജിലേക്ക് വന്നപ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ ആ സ്ഥാനത്ത് ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫസ്റ്റ് ഇയറിൽ കേരള ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിങ്ങിന്, അന്ന് ഇതൊക്കെ സർക്കാർ ഫണ്ട് ചെയ്യുമായിരുന്നു അന്ന്. അപ്പം നമ്മളതൊന്നും ഉപേക്ഷിച്ചിട്ടില്ല, അതെല്ലാം കാശ് മേടിച്ചിട്ട് കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ ഫണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ മനോജ് പണ്ട് ചെയ്തതിന്റെ തുടർച്ചയ്ക്ക് ഇപ്പൊ യാത്ര മാത്രമായി തോന്നുന്നല്ലേ? പണ്ട് മനോജ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശരിക്കും പരിചയപ്പെടാനുള്ള ഒരു കാര്യത്തിൽ എന്റെ ബീനാണ്ട റഷ്യ എന്നുള്ള പുസ്തകം വായിച്ചതിനെ കുറിച്ച് മനോജ് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും. അപ്പൊ എനിക്കത് വലിയ സന്തോഷമായിരുന്നു അത്. അല്ല, അന്ന് ശരിക്കും ആ പ്രായത്തിൽ ഒരാളെ ഇതിൽ പോകുന്നത് ഞാൻ കാണുന്നത് വേറെ ആരുമില്ല. അത് മാതൃഭൂമിയിലാണ് ഞാൻ വായിക്കുന്നത്, ഞാൻ പുസ്തകത്തിലൊന്നുമല്ല വായിക്കണം, ആഴ്ചപ്പതിപ്പിൽ വായിച്ച ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ DC പുസ്തകമായിട്ട് വന്നപ്പോഴും അതും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് എൻ്റെ പ്രായം തന്നെയാണ് അല്ലേ ചേച്ചി, ഒരു 1-2 വയസ്സ് കൂടുതൽ. അപ്പോൾ അത് ശരിക്ക് നമുക്ക് ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളാണ്. നമുക്കിതുകൊണ്ട് ആ പ്രായത്തിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള സാധനം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് അത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഈ കനൽ പോലെയാണ്. പിന്നെ അത് ഇങ്ങനെ ഒരവസരം കിട്ടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോളേജിൽ നിന്ന്, അപ്പോൾ ഫൈനൽ ഇയർ ഞങ്ങൾ 27 പേര് കൂടി 21 ദിവസം, അതൊക്കെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന. ഇപ്പോൾ കരിക്കുലത്തിൽ പിള്ളേർ പോകാത്തതുകൊണ്ട് അത് തന്നെ കരിക്കുലത്തിന് ആ ഫണ്ടെല്ലാം സർക്കാർ എടുത്ത് കളഞ്ഞു. പണ്ട് അതുണ്ടായിരുന്നു. 86, 90 ഞങ്ങൾ പോകുമ്പോൾ 90 കഴിഞ്ഞു, 92 മാത്രമോ അത് നീക്കം ചെയ്തു. അപ്പോൾ അങ്ങനെ കിട്ടാവുന്ന 21 ദിവസം ട്രാവൽ ചെയ്തിട്ട് അന്നത്തെ 90-ലെ കാര്യം പറയുന്നത്, 89-ലാണ് 210 രൂപയാണ് ചിലവായത് ഒരാൾക്ക്. 210 രൂപ അന്ന് കുറച്ച് വലിയ പൈസ ആയിരിക്കും, എന്നാൽ 21 ദിവസം ട്രാവൽ ചെയ്തിട്ട് 210 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം 10 രൂപ. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഗവൺമെന്റ് അത്തരം യാത്രകൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട, ഇതിനു വേണ്ടി പൈസ ചെലവാക്കാൻ തന്നെ വെക്കണം, ഫണ്ട് വെക്കേണ്ടതാ അല്ലേ? അല്ല, പോകുന്നില്ലായിരുന്നു കുട്ടികൾ. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ റൂട്ട് തയ്യാറാക്കി ടെക്നിക്കൽ ഡയറക്ടറെ അടുത്ത് പോയി കണ്ട് ഇതാക്കി, അങ്ങനെ കുറെ യാത്രയുടെ മനോജ് നമ്മൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ എന്തറിയോ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും തയ്യാറാകും. ഇപ്പൊ മനോജിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഈ യാത്ര, വണ്ടി കയറുന്നു, വണ്ടിയിൽ കിടക്കുന്നു, വണ്ടിയിൽ പിന്നെ കുക്ക് ചെയ്യുന്നു, വണ്ടിയിലെല്ലാം, അതെല്ലാം ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ 99% ആളുകൾക്കും പറ്റാത്തൊരു കാര്യം അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും കുട്ടികളെയും ബാധിക്കുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് സ്കൂൾ തലം മുതൽ യാത്ര നിരന്തരം ചെയ്യിച്ചെങ്കിൽ മാത്രമേ കുട്ടികളുടെ മാനസിക വികാസത്തിന്, നമ്മുടെയൊക്കെ ഒരു മനസ്സിനകത്ത് വരുന്ന ഒരു ലൈറ്റ് ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞാൽ മിനിമലിസം വരും, അല്ലെങ്കിൽ എന്താണ് ഒരു ചക്കയെ വെച്ച് ഇങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് വരും, കൂടുതൽ നർമ്മോ തമാശയൊക്കെ പറയാൻ തോന്നും, തമാശയാണ് ജീവിതം ഒന്ന് എടുക്കാൻ തോന്നും അല്ലേ? മനോജിൻ്റെ എനിക്ക് ഏറ്റവും ഈ ഇടയ്ക്ക് തന്നെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ, മനോജിൻ്റെ ഫേസ്ബുക്കിൽ ഈ രാജസ്ഥാൻ യാത്രയുടെ എഴുത്ത് സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രസമായിട്ട് എല്ലാ ദിവസവും മനോജ് എഴുതിയിട്ടില്ലേ എന്ന് പറഞ്ഞ് നമുക്ക് കയറി നോക്കുമായിരുന്നു. ഒരുപാട് പേര് എഴുതിയിട്ടു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് അതിങ്ങനെ മനോജിൻ്റെ യാത്ര ഫോളോ ചെയ്തു പോയി. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ എഴുതിയിട്ടൊരു യാത്ര ഞാൻ വായിച്ചിട്ടില്ല മലയാളത്തിൽ, ഇതുവരെ വായിച്ചില്ല. ചിലപ്പോൾ ഞാൻ വായിക്കാത്തതായിരിക്കാം, സഞ്ചാരി അങ്ങനെയൊക്കെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര രസമായിരുന്നു, നല്ല രസമായിട്ട് അത് എഴുതിക്കൊണ്ടിരുന്നത്. അതിനകത്തുള്ള തമാശകളും കണ്ടുമുട്ടുന്ന ആളുകളും നമ്മളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ആ യാത്രയിൽ. ഒരു വേറെ തരം യാത്രാവിവരണ എഴുത്തായിട്ട് എനിക്ക് തോന്നി. അത് മനോജ് തന്നെ കണ്ടുപിടിച്ചതാണോ അത് ഇവോൾവ് ചെയ്ത് വന്നതാണോ, തന്നെ അങ്ങ് വന്നതാണോ? അല്ല ചേച്ചി, ഇത് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ 10-13 വർഷം മുമ്പ്. അന്ന് നമ്മൾക്ക് ഈ യൂട്യൂബും ഈ സാധനങ്ങളും സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നും ഒന്നുമില്ല സത്യത്തിൽ. അപ്പം ഉണ്ടാകുമായിരിക്കും സൈറ്റ്, വെബ് പോർട്ടലുകൾ ഉണ്ടാകുമായിരിക്കും. അങ്ങനെ ചില പോർട്ടലുകളിലൊക്കെ എഴുതി കൊടുത്താലാണ് അവർ തിരഞ്ഞെടുത്തതൊക്കെയാണ് പ്രസിദ്ധീകരിച്ച് വരിക. ഓൺലൈനിൽ പോലും അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു. ബ്ലോഗുകൾ എന്ന് പറഞ്ഞ സാധനം ഒക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മളെ ഈ ചിന്ത വരുന്നത്. നമുക്ക് എല്ലാ ദിവസവും പോകുന്നത് അന്നത്തെ ബ്ലോഗുകളിൽ എഴുതിയിടാം. അപ്പോൾ ഇതൊന്നും വീഡിയോസ് ഇല്ല കേട്ടോ. ഈ യൂട്യൂബും എന്നുള്ള സംഭവം യൂട്യൂബർമാരൊന്നും ഇല്ലാത്ത കാലഘട്ടം അല്ല, അന്നത്തെ കാലത്ത് ആ സാധനം ഇല്ല.
ഇല്ല, ആ ശരിയാ. സംഭവം ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആലോചന പിന്നെ എനിക്ക് പോലും ഇല്ല. നമ്മളൊക്കെ ഇപ്പോഴും കുറെ പഴഞ്ചന്മാരാ എഴുത്തിൽ നിൽക്കുന്നവരല്ലേ, ആ എഴുത്തിനെ ഒരു ഫസ്റ്റ് ഇതായിട്ട് കാണുന്നവരും വായിക്കാനും ഒക്കെ അതെ അതെ ഇഷ്ടപ്പെടുന്നവരാ. വ്ളോഗർമാരുടെ ഒരു ഇല്ല. ഒരു വേറെ രീതിയാണത്. അപ്പൊ അതില് ആണ് എഴുതിയിടാമെന്ന് തീരുമാനിച്ചത്. അത് അന്ന് ഞാൻ 2008-9 എഴുതിയിട്ട ഒരു പോസ്റ്റ് വേണമെങ്കിൽ ഇപ്പോഴും കാണും അവിടെ. ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതാണ് എൻ്റെ ഓക്കെ. തുടക്കത്തിൽ ആ സംഭവം. അപ്പോൾ അത് അന്നും വണ്ടി പ്ലാൻ ചെയ്തോ? ആ വണ്ടിയിൽ പോകുന്നതായിട്ട് തന്നെയാണ് പറയുന്നത്. വണ്ടി എടുത്തിട്ട് പോയി ചെല്ലുന്നിടത്ത് കിടന്ന് അവിടെ പാചകം ചെയ്ത് പോകുന്നതായിട്ട് തന്നെയാണ് പറയുന്നത്. അതൊക്കെ കാരവാൻസും ആ ലൈഫൊക്കെ അന്നും പുറത്തുനിന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഇങ്ങോട്ടും നമ്മൾ അവസാനം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയമായപ്പോഴേക്കുമാണ് ഈ വീഡിയോയും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് നീ അങ്ങനെ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ആദ്യത്തെ ഒരു ഫേസിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അന്നത്തെ ഇടാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കുത്തിയിരുന്ന് 2-3 മിനിറ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആ തിരക്കിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ വന്നു. അപ്പോൾ ഗോവ കഴിഞ്ഞപ്പോഴും എനിക്ക് തെലങ്കാനയും ഗോവയും ഞാൻ അങ്ങനെ ചെയ്തു. വീഡിയോസ് ഡെയിലി ഇട്ടിട്ടുള്ളതിന്. ഗോവ അപ്പൊ കഴിഞ്ഞപ്പോൾ ആര് എഡിറ്റ് ചെയ്തു? മനോജ് തന്നെ? ആദ്യം എൻ്റെ കൂടെ ഒരു 2 പേര് കൂടിയാണ് ഞങ്ങൾ തെലങ്കാനയിൽ പോയത്. ഓക്കെ, ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ കൂടെ അത്രയും ദിവസമൊന്നും കൂടെ വരാനും പലർക്കും പറ്റില്ല. ഇത്രയും യാത്ര ചെയ്ത് ശീലമുള്ള ആൾക്കാരിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നപ്പോൾ ഗോവയിൽ ഞാൻ തന്നെ എഡിറ്റിങ്ങും ക്യാമറയും സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അല്ലെങ്കിലും നമ്മൾ ഇത്രയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് അപ്പോൾ ഞാൻ ആലോചിച്ചു എല്ലാ ദിവസവും പഴയതുപോലെ തന്നെ എല്ലാ ദിവസവും എഴുതിയിടുക. എഴുതിയിടൽ എനിക്ക് വലിയ പ്രശ്നമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ അക്ഷരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് സാക്ഷരതയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അല്ല അപ്പോൾ ഇപ്പം സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എഴുതി വരും. അപ്പം എന്താണ് എഴുതേണ്ടതെന്നുള്ള മനസ്സിൽ വെച്ചിട്ട് അത് സംസാര ഭാഷയല്ല, കുറച്ച് അച്ചടി സ്റ്റൈലിലാക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി വരും. അതിലൊരു കറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ മൊബൈലിൽ പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഞാൻ എഴുതുന്ന ഒരു പേജ് പറയാൻ എനിക്ക് 10-15 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അതിലെന്തെങ്കിലും വർഷം ചരിത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആളുടെ പേര് അങ്ങനെയുള്ള തിരുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു 5 മിനിറ്റ്. അപ്പോൾ 10 മണിയോടുകൂടി ഞാൻ വന്നിട്ട് ആ സാധനം പറഞ്ഞ് എഴുതി അങ്ങ് ഇടും. പിന്നെ കുറച്ച് പടവും അതിൻ്റെ കൂട്ടത്തിലിട്ട് അതിനുമൊക്കെ ക്യാപ്ഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ സാധനമായി. അപ്പം അതിനുള്ളൊരു ഗുണം അതിനിടയ്ക്ക് ഒരു ദിവസം മനോജിന്റെ വണ്ടി കാണാതെ പോയില്ലേ ഭാഗ്യ? അന്ന് ആകെ നമ്മളും ഒക്കെ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുക, നീ വണ്ടി എങ്ങനെ കിട്ടുന്നു, ഏതോ കോട്ടയിൽ പോയിട്ട് മറന്നുപോയി, അതിന്റെ വഴി മറന്നുപോയില്ലേ? അതല്ല സത്യത്തിൽ ഈ നമ്മൾ പറയണത് ഒന്ന് മാറ്റി പറയണം. വണ്ടിയല്ല കാണാതെ പോയത്, എന്നെയാണ് കാണാതെ. വണ്ടി അവിടെ തന്നെ അടുപ്പുണ്ടല്ലോ. ഞാൻ എഴുതുമ്പോൾ ഞാൻ അങ്ങനെയാണ്, ഭാഗ്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിട്ടത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ ഭാഗ്യനല്ലല്ലോ നിങ്ങളല്ലേ കാണാത്തത്, ഭാഗ്യം അവിടെ തന്നെ അടുപ്പുണ്ടത്, നിങ്ങൾക്ക് വഴി തെറ്റിയതിന് ഭാഗ്യനെ കുറ്റം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യനെ ഒരു ശരിക്കൊരു വ്യക്തിനെ പോലെ ആൾക്കാർ ഏറ്റെടുത്തു. അവസാനം അതിനും ബൊലേറോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പെങ്കൊച്ചിന്റെ പേരിട്ടപ്പോൾ എന്തോരം ആൾക്കാരാണെന്നറിയാം. അതെ. അപ്പൊ അത് കോട്ടകളിലേക്കുള്ള വഴികൾ പലതും അങ്ങനെയാണ്. ഈ ഒരു കുതിര പോയാൽ മതിയായിരുന്നു അവർക്ക് അന്നേ. അപ്പൊ അതിന്റെ 2 സൈഡിലും രാജാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തോട്ടിപ്പണി തുടങ്ങി സ്വർണ്ണപ്പണിക്കാരനും എല്ലാത്തരം പണിക്കാരും കൊണ്ടുവന്ന് താമസിപ്പിച്ച് 2 സൈഡിലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമൊക്കെ അവരാണ് താമസിക്കുന്നത് ആ പ്രദേശത്ത്. അല്ലെങ്കിൽ കോട്ടയുടെ ഒരു ചുറ്റുമുള്ള സമൂഹം അതായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴികൾ നമ്മൾ ഗൂഗിൾ ഈ വഴി കാണിച്ചു തന്നാൽ നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു സ്കൂട്ടറിന് പോകാൻ പറ്റാത്ത വഴിയായിട്ട് ഇത് ചുരുങ്ങിക്കൊണ്ടിരിക്കും. 1-2 സ്ഥലങ്ങളിൽ ഞാനത് കിലോമീറ്ററുകളുള്ള 1-1.5 കിലോമീറ്റർ റിവേഴ്സിൽ വണ്ടി ഓടിക്കേണ്ടി വന്നിട്ട് പുറത്ത് കിടക്കണ്ടേ, നേരെ പോയാൽ വീണ്ടും ഇടുങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ കോട്ടകളിലേക്ക് നിങ്ങൾ അവസാനം വരെ വണ്ടി കൊണ്ടുപോകാൻ ശ്രമിക്കരുത്, കുറച്ച് എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട് നടന്നോളുക, അല്ലെങ്കിൽ വേറെ വണ്ടി പിടിച്ച് പോയിക്കോളുക. അങ്ങനെ വന്നപ്പോൾ കുറച്ച് പുറകിൽ മാറ്റിയിടും. പക്ഷേ ഈ ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഈ നടക്കുന്ന ഗളികളുണ്ടല്ലോ, നമുക്ക് ഇറങ്ങുമ്പോൾ അത് തോന്നൂല. ഇത് പെട്ടെന്ന് ഇടത്തും വലത്തും 4 കഷ്ണങ്ങളായിട്ടൊക്കെ മുറിഞ്ഞ് നമ്മളെ തെക്ക് വടക്കൊക്കെ അങ്ങോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ ഇതിനകത്തേക്ക് സ്ഥലത്തേക്ക് വന്ന് കയറാൻ പറ്റില്ല, എല്ലാം ഒരുപോലെ ഇരിക്കും, എല്ലാ മൂലകളൊക്കെ. അങ്ങനെയാണ് വണ്ടി ഈ തൊട്ടപ്പുറത്ത് ഒരു കഷ്ണത്തിൽ ഏതോ പോക്കറ്റ് റോഡിൽ കിടപ്പുണ്ട്. ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം കിടപ്പുണ്ടാവും. 2 പോലീസുകാർ ഇടപെട്ടു. അവിടെ നാട്ടുകാരനൊരാൾ കട അടച്ചിട്ടെൻ്റെ കൂടെ വന്നു. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറേ നേരം കറങ്ങിയിട്ടാണ് അവസാനം ഞാനതിൻ്റെ മുമ്പ് നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതിൽ ആ റോഡിൻ്റെ ഒരു സീൻ കാണാൻ പറ്റും. അവസാനം ഞാനത് അവരെ കാണിച്ചു കൊടുത്തു. ഇതാണ് ആ റോഡ് എന്ന് പറഞ്ഞു, വണ്ടിയും കാണാം. അപ്പോൾ അവരത് നോക്കിയിട്ട് അതിനകത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ, അത് കാണുന്നുണ്ട്.
ഓക്കെ. ആ ട്രാൻസ്ഫോമർ എത്ര എണ്ണം ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവർ കണ്ടുപിടിച്ചത്. ആ ഭാഗത്തുള്ള എല്ലാ ട്രാൻസ്ഫോമറും തപ്പിപ്പോയി. മനസ്സിലായി. അപ്പോൾ അതിന് ഒരെണ്ണത്തിൻ്റെ അടിയിൽ നിന്ന് അതെ. വണ്ടി കിട്ടി. ആളുകളുടെ തന്നെ പ്രശ്നമായി മാറി വണ്ടി ആ, കണ്ടുപിടിക്കാൻ. അത് നാട്ടുകാരുടെ ഒരാൾ പ്രശ്നമായി. കടപൂട്ടി എൻ്റെ കൂടെ ഇറങ്ങി വന്നു. പോലീസുകാർ പറഞ്ഞു നോക്ക് നിങ്ങൾ, ഞങ്ങളെവിടെ പോയി നോക്കാനാണെന്ന് പറഞ്ഞു. അല്ല ശരിക്കും ഇത് വായിക്കുമ്പോൾ ഒരു ഇതെന്താണെന്നറിയാവോ, മനോജിൻ്റെ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, മനോജ് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ നാട്ടുകാർ മുഴുവൻ മനോജിനെ സഹായിക്കാൻ നടക്കുക. അങ്ങനെ കുറേ പേര് ഒരു എന്താണ് വരം പോലെ മനോജിൻ്റെ സഹായത്തിന് വേണ്ടി വരുന്ന ഒരു ഇതൊക്കെ കണ്ടു. അപ്പോൾ അതെങ്ങനെയായിരുന്നത്? അത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജസ്ഥാൻ മൊത്തം ഒരു 16 ഹബ്ബായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു ക്യാമ്പാണ്. അവിടുത്തെ ആ കോട്ടകളും ആ പരിസരത്തുള്ള സംഭവങ്ങളും കഴിയുന്നവരെ 10-12 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ 12 ദിവസം ഒരു സ്ഥലത്ത് കിടക്കാനെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, അവിടെയുള്ള കടയിലെ ആൾക്കാർ, അങ്ങനെ ആൾക്കാരുടെയൊക്കെ കമ്പനിയാവും. പതുക്കെ അങ്ങനെ അത് സ്വാഭാവികമാണ്. അത് നമ്മൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തു നിന്ന് ഒരു വണ്ടി വന്ന് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവരുടെ രാജസ്ഥാനിലെ ആൾക്കാരുടെ ആ ഒരു മനസ്ഥിതി അങ്ങനെയാണ്. അവർ സഹായിക്കുന്നു വരുന്നു. ഒരു ഫ്രണ്ട്, ഒരു ഗൈഡ്, ഒരാൾ, അയാൾ സഞ്ജയ് ജയ്സാൽമീർ എന്നാണ് അയാളുടെ പേര്. ജയ്സാൽമീറിലുണ്ടായ സംഭവമാണ്. അയാൾ ചെല്ലുന്ന മലയാളികളാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. ശരിക്കും ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 30ഓളം പേര് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന സൗകര്യമാണ്. നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ മുറി ബുക്ക് ചെയ്തിട്ട് പോയി കിടക്കും. ഒരു ഇടത്തരം ഇതിന് ഇപ്പം എൻ്റെ അതിനകത്ത് കിടക്കുന്ന സൗകര്യം മതി എന്നുള്ള ആൾക്കാർക്ക് ധാരാളം ഡോർമെറ്ററി പോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളതുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല വൃത്തിയുള്ള ശുചിമുറികളുണ്ട്. തൊട്ടടുത്തടുത്താണ്. അപ്പോൾ അയാൾ ഏത് ടൂറിസ്റ്റ് ലൊക്കേഷനിൽ ജയ്സാൽമീർ പോയാലും അയാൾ അവിടെ കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ മലയാളം സംസാരിക്കുന്നൊക്കെ അവരൊക്കെ പിടികൂടും ഇയാൾ. അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇയാൾ എന്നെ കണ്ടു. അപ്പോൾ എൻ്റെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു. ഇയാളും ഒരു ഗൈഡായിട്ട് തന്നെ എടുക്കുക അയാൾ. ഞാൻ ആ ഗൈഡുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് എന്നെ കിട്ടിയില്ല. പോയിട്ട് വരുമ്പോൾ പിടിക്കാമെന്ന് കരുതി കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനോ മറ്റോ ഞാൻ ഒരു ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് എന്തോ ഒരു വാങ്ങിയിട്ട് കഴിച്ച് അത് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്നെ കണ്ടു. അപ്പോൾ അയാളും അപ്പുറത്തെ കടയിൽ എന്തോ വാങ്ങുമായിരുന്നു. അപ്പോൾ പിടിക്കാമല്ലോ എന്ന് കരുതി അയാൾ നോക്കി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കാണാതായി. എന്നെ കാണാതെ എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി കയറി കിടന്നു. അപ്പോൾ ഇയാൾ ഞാൻ വണ്ടി കയറി കിടക്കുമെന്ന് അയാൾ പ്രതി, വണ്ടിയിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഇയാൾ അവിടെ മുഴുവൻ പരവശനായിട്ട് അന്വേഷിച്ച് നടന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇയാൾ എൻ്റെ ചില്ലിൽ കൊട്ടുന്നു. ഇയാൾ കണ്ടുപിടിച്ചല്ല ഇതിനകത്ത് കിടക്കുന്നത്. ഇയാൾ രാത്രി കൊട്ടി എഴുന്നേപ്പിച്ചല്ല. അപ്പം എനിക്ക് പിന്നെ അത് പറഞ്ഞില്ലേ, ഈ കൊട്ടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രാജസ്ഥാനിൽ പറഞ്ഞില്ലേ, അത് ഉപദ്രവിക്കാനല്ല വിളിക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ അയാൾ ഈ അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കൂടെ വരും, പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരും. അവിടുത്തെ സംഗീതജ്ഞന്മാരുടെ ഒരു കേന്ദ്രമുണ്ട്, അതിനകത്ത് കൊണ്ടുപോയി അതിനകത്ത് കൊണ്ടുപോയി ഇറക്കിയ അയാൾ എന്നെ. അത് ഗംഭീര. അയാളില്ലായിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു. അല്ല, അത് മാത്രമല്ല, ഈ വണ്ടിയിൽ ഇങ്ങനെ പോയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം അനുഭവങ്ങളൊന്നും മനോജിന് കിട്ടത്തില്ല. മനോജ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി കിടന്നു, അവിടെ തന്നെ സ്റ്റക്കായി, അങ്ങനെയുള്ള ദിവസങ്ങളാണ്. ഇത് മൊത്തത്തിൽ ആ നാടുമായിട്ടങ്ങ് അലിഞ്ഞ് ചേർന്ന് ഒരു രാജസ്ഥാനി ജീവിതത്തെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്താ മനോജ് അങ്ങ് ഒരു രാജസ്ഥാൻകാരനായി കുറച്ച് ദിവസത്തേക്ക്. അത് ശരിക്കും ഈ പറഞ്ഞ തെരുവിൽ കിടക്കുന്നത് പോലെ തന്നെ കൊട്ടാരത്തിലും പോയി കിടന്നിട്ടുണ്ട്. കൊട്ടാരത്തിൽ അവിടെ പല കോട്ടകളും അതിൻ്റെ കൂടെയുള്ള മുറികളെല്ലാം 5 സ്റ്റാർ ഹോട്ടൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഈ വണ്ടി കൊണ്ടുപോയി കിടന്നു. അവിടെ അപ്പം ഞാൻ സാധാരണ ഒരു കോട്ട ഇന്ന സ്ഥലം വന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്താൻ നോക്കും. ഇരുട്ടണേക്ക് മുമ്പ് അവിടെ എത്താൻ നോക്കും. ഇരുട്ടണേക്ക് മുമ്പല്ല, 5 മണി 3 മണിക്ക് ശേഷമുള്ള ഏത് സമയത്തും ഞാൻ അവിടെ പിടിക്കാൻ നോക്കും. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വണ്ടി ഇടാൻ പറ്റിയ സ്ഥലം ലൊക്കേറ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനോ പെട്രോൾ പമ്പ് അങ്ങനത്തെ സംഘങ്ങൾ കുഴപ്പമില്ലാത്ത റോഡിൽ ഇത്തിരി വീതിയുള്ള റോഡുകൾ ഒക്കെ നോക്കി വെക്കും. എന്നിട്ട് പോകേണ്ട കോട്ടയിലേക്ക് പോയി നോക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ കാലത്ത് പോയാലാണോ അല്ലെങ്കിൽ ഉച്ചക്ക് പോയാലാണോ ലൈറ്റിങ്ങും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി വെക്കും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഒന്ന് പോകും. അങ്ങനെ ഞാനിവിടെ പോയതാണ്, നോക്കാൻ വേണ്ടി പോയതാണ് ഈ കോട്ടയുടെ ഇതിലെങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്യുന്നത് അത് ഭദ്രാജുൻ എന്ന് പറഞ്ഞിട്ട്, ആ സ്ഥലത്തിൻ്റെ പേര് ഭദ്രാജുൻ എന്നാണ്. ഭദ്രാജുൻ എന്ന് പറഞ്ഞാൽ സുഭദ്ര അർജുൻ എന്നുള്ള, സുഭദ്രയും അർജുനനും കൂടി ഓടിപ്പോന്ന് അവിടെ വന്നിട്ടാണ് കല്യാണം കഴിക്കുന്നതായിട്ടാണ് ഐതിഹ്യം. അതിൽ ആ സൂ കളഞ്ഞിട്ടാണ് ഭദ്രാജുൻ ആക്കിയിരിക്കുന്നത്. അതാണ് ആ സ്ഥലത്തിൻ്റെ ഐതിഹ്യത്തോടു കൂടിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ, അപ്പോൾ അതിനകത്ത് രാജാവ് കൊട്ടാരം ആൾക്കാരൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ താമസമൊക്കെ ഉണ്ട്. ഞാൻ ചെന്ന് ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയും കാര്യങ്ങളും മേടിക്കണമല്ലോ, അതൊന്ന് കണ്ടിട്ട് ചോദിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ പോകാമെന്ന് കരുതി വന്നപ്പോൾ തപസ്വി എന്നാണ് അവിടുത്തെ 30-32 വയസ്സുണ്ടാവുള്ളൂ യുവരാജാവ്.
അപ്പോൾ സംസാരിച്ച് പിടിച്ചൊക്കെ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അമ്മാവൻ ഇരുന്ന് നാട്ടിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ രാജകൊട്ടാരത്തിലെ ആളല്ലേ, ഇയാളുടെ അമ്മാവൻ എങ്ങനെയാണ് അവിടെ വന്ന് പണിയെടുക്കുന്നത്? ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ പറയാൻ പറ്റില്ല, പുറത്ത് ഇയാളോട് പറയാൻ പറ്റില്ല, രാജകുമാരനല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ് അമ്മാവൻ അവിടെ വന്ന് പണിയെടുത്തത്? പുള്ളി പോലീസിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി IPS കാരനായിരിക്കും, അതാണ് അങ്ങനെ വന്നിരിക്കണമെന്ന്. പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമെന്ന് പുള്ളി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പേര് പറ. അവൻ അത് ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അതിപ്പോൾ സ്വന്തം പെങ്ങളുടെ മകനാണ് ഇരിക്കുന്നത് മുമ്പിൽ, ഋഷിരാജ് സിംഗിൻ്റെ. അപ്പോൾ പുള്ളി പറഞ്ഞ നാട്ടിൽ വന്നാൽ പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കാണുകയും ചെയ്തു. അതൊരു പുള്ളിനെ അവിടെ പോകാതെ കോട്ടകളിൽ എന്ത് സൗകര്യം ഉണ്ടെങ്കിലൊക്കെ ഓഫർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിങ്. അപ്പോൾ അവിടെ 3 ദിവസം ഞാൻ കിടന്നു അതിൻ്റെ ഉള്ളിൽ, ആ കോട്ടയിൽ. ഈ വണ്ടി കിടന്നു അല്ല, അവര് അവിടെ താമസം ഓഫർ ചെയ്തു, മുറിയും തന്നു, നല്ല ഗംഭീര റൂം തന്നു. അതിൻ്റെ ഉള്ളിൽ അവിടെ 12 റൂം, അതിനകത്ത് ഹെറിറ്റേജ് റൂംസ് ഉണ്ട്. ഈ യാത്ര എനിക്ക് തോന്നുന്ന ഒരു കാര്യം മനോജ്, ഈ യാത്രയിലോട്ട് ചെല്ലുമ്പോൾ ഈ വണ്ടിയും മനോജിനെയും കൂടെ ഈ ആൾക്കാർ നെഞ്ചിലേറ്റിയില്ലേ? അതെ, അങ്ങനെ വണ്ടി ചെന്നുകൊണ്ട് ഒരു പ്രത്യേക അതുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ഞാൻ കിടന്ന സ്ട്രീറ്റിൽ അവസാന ദിവസമൊക്കെ ആയപ്പോഴേക്കും 10-15 പേര് ഞാൻ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പോകുമല്ലോ, അങ്ങനെ വന്നിട്ട് ആൾക്കാർ വരും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വരും. അങ്ങനെ ആൾക്കാർ വന്ന് വണ്ടി കാണാൻ കുറച്ച് നേരം അങ്ങനെ പോകുമല്ലോ, ഒരു അരമണിക്കൂർ. ഇവരൊക്കെ വന്നത് കണ്ടിട്ടൊക്കെ പോകും. ചില സമയത്ത് ഞാനൊരു ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് തുറന്ന് ഒരു ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് അതല്ലാതെയും കുറേ ആൾക്കാർ കൂടും. മനുഷ്യന്മാർ ഒരുപാട് പ്രാന്തുള്ള ആളുകളാണ് യാത്രികരെന്നൊക്കെ പറയാറുണ്ടല്ലേ? യാത്രാപ്രാന്ത്, പിന്നെ എന്താണ് മനോജിനെ പോലുള്ള ഒരാൾക്ക് പല പല പ്രാന്തുകൾ, ചക്കപ്രാന്ത്, പിന്നെ എന്താണ് ഓട്ടപ്രാന്ത്, നടത്തപ്രാന്ത്, ഉച്ചപ്രാന്ത് എല്ലാം ഉണ്ട്. പക്ഷേ ഈ കോട്ടപ്രാന്ത് എങ്ങനെ വന്നു? കോട്ടകളിലേക്ക് മാത്രമുള്ള ഈ ഒരു എന്താണ് നാട്ടിലെ കോട്ടകളൊക്കെ കണ്ടു തീർക്കാന്ന് വല്ല വ്രതം എടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ എവിടെ നോക്കുമ്പോഴും മനോജ് കോട്ടയം നിൽക്കുന്ന ഫോട്ടോയാണ്. ഏത് സ്ഥലത്ത് പോയാലും കോട്ടയം കയറും. അതും 1400 പടി എന്നൊക്കെ എഴുതി വെച്ച് നമ്മളെ പേടിപ്പിക്കുക. അല്ല, കോട്ട എനിക്ക് തോന്നുന്നുണ്ടേ എങ്ങനെയാണ് എപ്പോഴാണ് കയറി പറ്റിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളുടെ പരിസരത്ത് മുസ്രീസിന്റെ ഇതിൽ നടക്കുമ്പോൾ അവിടെ 4 കോട്ടയുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് കുട്ടിക്കാലത്തെ കോട്ട, അതിനകത്ത് കോട്ട. അപ്പൊ പിന്നെ അത് ഗോവയിലേക്ക് പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും കോട്ട, ആ പുസ്തകത്തിലൊക്കെ ഒരു 14 കോട്ട വന്നു. അപ്പോൾ അങ്ങനെ കോട്ടകളുടെ ഒരു എണ്ണത്തിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കാൻ നോക്കുമ്പോഴാണ് ഇന്ത്യയിൽ 800ഓളം കോട്ടകളുണ്ട്. ഇന്ത്യ മൊത്തം 800+ വരും. അത് ഇപ്പം ഞാൻ പോയി വരുമ്പോഴാണ് ചിലത് പേര് മാത്രമേ ഉള്ളൂ, ചിലത് അങ്ങനെ മനസ്സിലാണ്. ഇത് കഴിയുമ്പോൾ ചരിത്രം വല്ലതും എഴുതിയിട്ടുണ്ടോ ഇന്ത്യയിൽ? അറിയില്ല ചേച്ചി, ചരിത്രം എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ആക്കിയിട്ട് ഒരു വൺ റൂഫിന്റെ അടിയിൽ ഞാൻ കണ്ടിട്ടില്ല. കുറെ സെർച്ച് ചെയ്ത് നോക്കി. അല്ല, പക്ഷെ പുസ്തകങ്ങളും എനിക്ക് തോന്നുന്നു പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ സ്റ്റേറ്റ് ചെല്ലുമ്പോഴും ഞാൻ അവിടുത്തെ കോട്ടകളിലെ പുസ്തകം തപ്പാറുണ്ട്. പക്ഷെ അവിടുത്തെ ലൈബ്രറി ചെന്ന് ആദ്യത്തെ അവിടുന്ന് ഇൻഫർമേഷൻ എടുക്കാറുണ്ട്. പക്ഷെ അതിൽ ഞാൻ കണ്ടത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ രാജസ്ഥാനിൽ തന്നെ ആൾതാമസവും കച്ചവടവും എല്ലാം കൂടി നടക്കുന്ന വലിയ വലിയ കോട്ടകളുണ്ട്. ചിത്തോർഗഡ്, ജയ്സൽമേറിലെ കോട്ട, ഉദയ്പൂർ, അങ്ങനത്തെ കോട്ടകൾക്കൊപ്പം തന്നെ അങ്ങനത്തെ കോട്ടകൾ മനോജ് പോയോ? ഭയങ്കരമായിട്ട് പേടി, അതിലേക്ക് എത്തിയിട്ടില്ല. അത് കുറെ മഹാരാഷ്ട്രയിലേക്കാണ്. രാജസ്ഥാനിൽ ഒരുപാട് കോട്ടകളുണ്ട്. അവിടെ രാത്രി പോയാൽ നമ്മൾ അങ്ങനത്തെ 2 സാധനങ്ങളുണ്ട്. യക്ഷികളൊക്കെ നടക്കുന്നു. അങ്ങനെയൊന്നും ആരെയും കണ്ടില്ല. അല്ലല്ല, എന്റെ ഹബ്ബുകൾ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ എത്തിയിട്ടില്ല. അല്ല, അപ്പൊ മനോജ് ഇതൊരു രക്ഷയും കണ്ടില്ല. ഇല്ല, യക്ഷികൾ വെയിറ്റ് ചെയ്യണം അവിടെ നമ്മൾ ചെന്നിട്ട്. അപ്പൊ അപ്പോൾ 250 കോട്ട മഹാരാഷ്ട്രയിലുണ്ട്, 133 2ാം സ്ഥാനം രാജസ്ഥാൻ. ഇപ്പം 50 ദിവസം ഞാൻ പോയിട്ട് എനിക്ക് 21 കോട്ട കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊരു 4-5 കൊല്ലം എടുക്കും. ഈ ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ല ഇത്രയും കോട്ട വലിഞ്ഞു കയറുമ്പോൾ? ചേച്ചി, ഞാനങ്ങനെ ഈ ഓടിപ്പഞ്ഞു ഇന്നൊരു കോട്ട ഉണ്ട്, ഞാൻ അടുത്ത ദിവസം റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം പോകുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ വലിയ കോട്ടകൾ, ചിറ്റോർഗഡ് പോലെയുള്ള കോട്ട ഞാൻ 3 ദിവസം കൊണ്ടാണ് കണ്ടു തീർത്തത്. എനിക്ക് സ്വയം കണ്ടു തീർക്കാൻ ഉള്ളൊരു സമയം വേണമല്ലോ. പിന്നെ അത് ഷൂട്ട് ചെയ്യാനായിട്ട് വേറെ ദിവസം. അത് പറഞ്ഞാൽ ഇപ്പോൾ എന്തിനാണെന്ന് അങ്ങനെയെന്ന് ചോദിക്കും. ഒരു പഞ്ചായത്ത് 5000 ആൾക്കാർ താമസിക്കുന്ന കോട്ടയാണ്. അതിനകത്ത് ആൾ താമസമുണ്ട്. 18 കിലോമീറ്റർ റോഡുണ്ട് അതിൻ്റെ ഉള്ളിൽ. കോട്ടയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡ് 4, ബ്രേക്കൊന്നും ഇല്ലാത്ത ഒരു റോഡ് 4 കിലോമീറ്റർ ഉണ്ട്. 18 കിലോമീറ്ററുള്ള റോഡ്. അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പം അങ്ങനത്തെ കോട്ട പോയിട്ട് കാലത്ത് പോയി ഉച്ചക്ക് കണ്ടു തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാനവിടെ മനോജിന്റെ പ്ലാൻ എന്തോ, ഇത് യൂട്യൂബിൽ ഇടുവോ? യൂട്യൂബിൽ ഇടുന്നുണ്ട്. ആ കോട്ടകളിലത് എല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്
പുസ്തകം 800 കോട്ട 2 പേജ് വെച്ച് അടിച്ചാൽ തന്നെ 1600 പേജായി. എത്ര വോളിയം അടിക്കേണ്ടി വരും? ആർക്കാണ് ഇതിലൊക്കെ ചരിത്രത്തിൽ താല്പര്യമുള്ളത്? അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആലോചിക്കണം. എങ്ങനെ അതിനെ ചെറുതാക്കി കൊണ്ടുവരാമെന്നുള്ള ചില മലയാളി ആലോചനകളാണ്. ഇത്രയും ദിവസം അവിടെ പോയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടേ മനോജ് അവിടെ ഇത്രയും ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുകയും വിശദമായ ആ കാഴ്ച കാണുകയും ചെയ്യുമ്പോൾ ശരിക്കും അത് എഴുതി വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുക്കായിട്ട് തന്നെ എഴുതി വെക്കുമ്പോൾ അതിന് വ്യത്യാസം വരും. യൂട്യൂബിൽ വരുമ്പോൾ വേറെയാണ്, പക്ഷെ പുസ്തകത്തിൽ അല്ല, അതുകൊണ്ടാണ് ഈ എല്ലാ ദിവസവും ഞാൻ എഴുതുന്നത്. ആ സാധനത്തിന് ഒന്ന് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ പുസ്തകത്തിലേക്ക് കിടക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാധനം അത് അവിടെ ഉണ്ട്. എല്ലാ ദിവസവും എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ആ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ട് എഴുതാൻ പറ്റും. ഈ ഒറ്റയ്ക്ക് പോയിട്ട് ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും എഴുതുമ്പോഴും ഒന്നും നാട് മിസ് ചെയ്തോ? ചില സമയത്ത് ഇപ്പം നാട്ടിൽ നിന്ന് ഒരു കോളൊക്കെ വരുമ്പോഴേക്കാണ് നമുക്ക് ചിലപ്പോൾ കയറി ചെയ്യുമ്പോൾ. പിന്നെ ചില സമയത്ത് റോഡിൻ്റെ 2 വശത്തും ഒന്നും ഇല്ലാതെയുള്ള നമ്മൾ ആ ഇത് പോകുന്നില്ലേ, പ്രത്യേകിച്ച് കാഴ്ചകൾ മാറുന്നില്ല. കാഴ്ചകൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാഴ്ചയിൽ ലയിച്ചങ്ങനെ അങ്ങോട്ട് പോകും. ഇതൊന്നും ഇല്ലാതെ വെറും ഡെസേർട്ട് പോലെ അല്ലെങ്കിൽ സൈഡിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ 10, 20, 30 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് വേറെ സംഭവങ്ങൾ ആലോചിക്കാനുള്ള അവസരം കിട്ടും. അപ്പം നാട് നമ്മൾ ആലോചിക്കും അങ്ങനത്തെ സമയത്ത്. അല്ലെങ്കിൽ അല്ലാതെ 2 വശം കാഴ്ചയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാൻ നേരമില്ല. അങ്ങനെ ഒന്നുണ്ട്. മനോജിന്റെ ഫാമിലി അപ്പോൾ അവരെങ്ങനെ ഇതിനകത്ത്? കുടുംബം ഇപ്പോൾ ബാംഗ്ലൂരാണ്. വൈഫും മോളും ബാംഗ്ലൂർ ജോലി ചെയ്യാണ്. അപ്പോൾ TCS വർക്ക് ചെയ്യുന്നു. മോളും ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ട്, 1 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ അവർ ഗീത എന്നല്ല, മുഴങ്ങോടിക്കാരി എന്നാണ് എഴുതുമ്പോൾ പറയാറുള്ളത്. അപ്പൊ അത് മോളും ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ യാത്രയിൽ അവര് വരാറില്ല. ഈ യാത്രയിൽ എന്തായാലും അവർക്കും പറ്റുന്ന ഒരു, ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകളായിട്ട് പോകുമ്പോഴുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നത് ഈ പോകുന്ന യാത്രയിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സാധനം കുടുംബമായിട്ട് പോകാൻ അവർ കണ്ടിരിക്കണം എന്ന് നമുക്ക് തോന്നുന്ന സാധനം മാർക്ക് ചെയ്ത് അവിടെ കൃത്യമായിട്ട് ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് അവിടേക്ക് എത്താനുള്ള ഡ്രൈവ് ചെയ്ത് അങ്ങനെ സാധാരണ വണ്ടി പോവാം. ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടല്ലേ, നമ്മൾ ലഗേജ് മാത്രം എടുത്ത് അവരെയും ചേർത്തിട്ട് അതൊരു 3 മാസത്തെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങി അവരായിട്ടൊരു സാധനം അവസാനിപ്പിക്കാം. അത് അവരായിട്ടും ആകാം. ഞാൻ വേണമെങ്കിൽ ഗൈഡായിട്ട് ചേച്ചി വരും, നമ്മൾ നന്നായിട്ട് ചാർജ് ചെയ്യും കേട്ടോ. പക്ഷേ ഒരു സൗഹൃദം ഉണ്ടാവില്ല. ഡിസ്കൗണ്ടിനൊക്കെ പറ്റി ആലോചിക്കാം. അപ്പൊ എനിക്ക് കയറ്റി വെക്കാല്ലോ റേറ്റ്. ശരി, അപ്പൊ കോട്ടകൾ വഴി അല്ലെങ്കിൽ ഇന്ത്യ വഴിയൊക്കെ യാത്ര ചെയ്യുന്നു. അപ്പൊ മനോജ് യഥാർത്ഥത്തിൽ മനോജ് നിരക്ഷരൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാം മനസ്സിലാദ്യം വരുന്ന ചക്ക തന്നെയാണ്. ഈ ചക്കയുടെ റൂട്ട് തേടി യാത്ര വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതുണ്ട്. ഇപ്പം നമുക്ക് ഈ ഇന്ത്യയിലെ ഈ സംഭവം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡ്രൈവ് ചെയ്യാനും ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പം യൂറോപ്പിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അവിടെ ഇനി പോണ വഴി വിയറ്റ്നാമിലും സിംഗപ്പൂരും മലേഷ്യ എന്നൊക്കെ പറഞ്ഞ യൂറോപ്പ് മാത്രമൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അങ്ങ് വണ്ടി എടുത്ത് അങ്ങ് പോകാമല്ലോ ചേച്ചി, ഇന്ത്യ ലോകം മുഴുവൻ ചുറ്റിയിട്ട് വരാമല്ലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് അതൊരു ചക്ക ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്രയാക്കി മാറ്റാം. അപ്പോൾ അതിനൊരു കാരണം പറയാം. ചക്ക അന്വേഷിച്ചുള്ള പോക്കാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കോട്ടയുടെ കണക്കാണ് പറയുന്നത്. ചക്ക എങ്ങനെ തിരഞ്ഞാലും ചില സ്ഥലത്ത് കിട്ടാതെ നമ്മൾ തിരഞ്ഞ് നടന്ന് പിന്നെ വീണ്ടും ചക്ക തിരഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മറ്റേ ഒരു പോയൊരു സ്ഥലത്ത് തന്നെ വീണ്ടും ചിലപ്പോൾ പോകാനുള്ള എനിക്കൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടുത്തെ ചില സ്ഥലങ്ങൾ വിട്ടിട്ട് പോരും. അപ്പോൾ അതിന് ഞാനത് പരാമർശിക്കാറുള്ളൊരു സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ കാമുകിയുടെ വീട്ടിൽ കുട മറന്നു വെക്കുന്ന ഒരു പരിപാടി പോലെയാണ്. ആ കുട എടുക്കാൻ വേണ്ടി വീണ്ടും പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ പേഴ്സ് മറന്നു വെച്ചിട്ട് വരും. മനസ്സിലായില്ലേ? പിന്നെ അത് വീണ്ടും പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചില സാധനങ്ങൾ ബാക്കിയിടും. പിന്നെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് പോയിട്ട് ഒരു ചക്ക തിന്നിട്ടില്ലെങ്കിൽ പിന്നെ പോയി ആ ചക്ക തിന്നാന്ന് പറഞ്ഞൊരു യാത്ര പോകും. അതെ, അങ്ങനെ അപ്പോൾ ഒരു ചക്കയിലിട്ട് അത് നമുക്ക് അടുത്ത ഇത് ചെയ്യുമ്പോൾ ഇതൊന്ന് തീർന്നു കിട്ടട്ടെ. ഒരു 3-4 കൊല്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചക്ക തേടിയുള്ള യാത്ര. 4 കൊല്ലം കൊണ്ട് ഇന്ത്യ കണ്ടു തീരും. 4-5 കൊല്ലം എടുക്കും ഇത് തീർക്കാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ചക്ക തുടങ്ങുള്ളൂ. അതെ. ചക്കയുടെ കാര്യം ഈ പറയല്ലേ ചേച്ചി, ആൾക്കാർ ഒന്നാമത് എനിക്ക് കിട്ടിയിട്ടില്ല, കാര്യമായിട്ട് ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഏതായാലും കോട്ടകളും ചക്കയും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായ യാത്രകളുടെ കാലം. ഭാഗ്യ അപ്ഗ്രേഡ് ചെയ്ത് വേറെ വല്ലവരും ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇനി പുതിയ കാരവാൻ തന്നെ വാങ്ങുമോ? അല്ല, ഭാഗ്യയുടെ അത് കുറച്ച് രജിസ്ട്രേഷൻ ഇപ്പോൾ തീരും, അത് കഴിഞ്ഞ് പുതുക്കണം. അപ്പോൾ അത്
പുതുക്കി തരുമോ ഇല്ല എന്നുള്ളതൊക്കെ സംശയങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. കുറേ കൂടി പുതിയൊരു ഭാഗ്യനെ കിട്ടിയാൽ അതും ഉപയോഗിക്കുന്നതിനെ പറ്റിയ ആ പേര് തന്നെ ആയിരിക്കും. ഭാഗ്യ കുപ്പായം മാറി വന്നാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഈ എന്താണ് ഒരു യാത്ര ശരിക്കും ഒരു ഭ്രാന്തൻ, യാത്രാഭ്രാന്തനെ കാണുന്നത് തന്നെ സന്തോഷമാണ്. അതിനൊപ്പം നിരവധി ഭ്രാന്തുകളുള്ള ഒരു മലയാളി, ആ മലയാളിയെ ഈ ബി വിത്ത് ബീനയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു ചേച്ചി.